ഹലോ ഗൈസ്, കഴിഞ്ഞ സൺഡേ ഞങ്ങൾക്കൊരു ഫംഗ്ഷന് പോകാനുണ്ടായിരുന്നു. വൈകിട്ട് ഞാൻ ഈ ഫംഗ്ഷൻ്റെ കാര്യം അറിയുന്നത് തന്നെ രാവിലെ ആയിട്ട്. രാവിലെ അപ്പം വന്നപ്പോഴാണ് പോകണം എന്നും അങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നെ ഉണ്ടെന്നുള്ളത് ഞാൻ അറിയുന്നത്. പിന്നെ പെട്ടെന്ന് ഞാൻ റെഡി ആയി ഇറങ്ങി. അപ്പം വന്നപ്പോഴത്തേക്കും എനിക്ക് മര്യാദയ്ക്ക് ഉടുപ്പിട്ടിട്ട് ഒരു ഫോട്ടോയോ വീഡിയോ പോലും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഒരുങ്ങി ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല ലേറ്റായി. അതുകൊണ്ട് പിന്നെ ഒന്നിനും ടൈം കിട്ടിയില്ല. ഇത് കണ്ടോ, ഞങ്ങൾ മൂന്നുപേരും ഒരുങ്ങി വന്നപ്പോഴത്തേക്കും അപ്രതീക്ഷിതമായിട്ട് എവിടേക്കോ സിമിലർ കളറായിട്ട് വന്ന് പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല. അങ്ങനെ കാറിലിരുന്ന് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും അപ്പം എന്നോട് ചോദിച്ചു, നിൻ്റെ ഡ്രൈവിംഗ് പഠിത്തമൊക്കെ ഏതുവരെയെന്ന്. ഞാൻ പറഞ്ഞു, ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ആൾ എന്നോട് വണ്ടി ഓടിച്ചോളാൻ പറഞ്ഞു. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ കൊണ്ടുള്ള ധൈര്യം ഇല്ലെന്ന് പറഞ്ഞു. മാമൻ ഉടനെ വണ്ടി സൈഡാക്കിയിട്ട് കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് ദൂരമൊക്കെ കാർ ഓടിച്ചേ പോയപ്പോഴത്തേക്കും എന്താ പറയേണ്ടത്, എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമായിരുന്നു കാർ ഓടിക്കാൻ കിട്ടിയപ്പോഴത്തേക്കും. ഓടിച്ച് അത്യാവശ്യം നല്ലോണം തന്നെ ഓടിച്ച്. പിന്നെ അതിൻ്റെ ഫോണൊക്കെ ഇവളുമാരുടെ കയ്യിലായിരുന്നു. എന്തൊക്കെയോ കോപ്രായങ്ങളിരുന്നു, അതും വെച്ചിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അപ്പയുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ് പോയി. അവിടെ ഒരു കുഞ്ഞ് വാവ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെയും കളിപ്പിച്ചിരുന്നുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പിന്നെ നേരെ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തോട്ട് പോയി. ഒരു റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ ആയിരുന്നേ. അങ്ങനെ അവിടെ ചെന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്നു. ആദ്യം ഒരു ഗ്യാതറിങ് അഡ്രസ്സിങ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം എല്ലാവരുമായിട്ട് സംസാരിച്ചുകൊണ്ടൊന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ ഞങ്ങളും കയറി. ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് പോയേ. ഫുഡൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും ഏകദേശം 10 മണിയായി. സംഭവം ഞങ്ങളുടെ ഫംഗ്ഷൻ നടന്നെന്ന് പറയുന്നത് ട്രിവാൻഡ്രത്ത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റുള്ള റെയിൽവേൻ്റെ തന്നെ ഓഡിറ്റോറിയത്തിലായിരുന്നു. അവിടുന്ന് കവടിയാറ് വരെ മാമനെ ഓടിച്ച്. അത് കഴിഞ്ഞിട്ട് കവടിയാറ് വിട്ട് വീട്ടിൽ കൊണ്ട് വണ്ടി നിർത്തണ വരെ ഞാനാ ഗൈസ് ഓടിച്ചത്. ഭയങ്കര സന്തോഷമായി. എന്നാൽ പിന്നെ ശരി, ബൈ ഗൈസ്.